ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. നാം അതൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിരന്തരം ദൈവത്തിന് മഹത്വം നൽകേണ്ടവരാണ് നമ്മൾ. സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കേണ്ടവരാണ്. സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇടിമുഴക്കത്തിൻ്റെ സ്വരത്തിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ കൃതജ്ഞതയുടെയും നന്ദിയുടെയും ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും തമ്പുരാന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നതിനേക്കാൾ പരാതികളും യാചനകളുമാണ് അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മളിൽ നിന്ന് പലപ്പോഴും കൂടുതൽ ഉയരുക. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ മനഃപൂർവ്വം നമുക്കൊന്ന് ശ്രമിക്കാം കൂടുതൽ നന്ദി പറയാൻ. ഓരോ നിമിഷവും അതുപോലെ കൃപ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ അതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ദൈവത്തിന് നന്ദി പറയാം. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങിപ്പോയത്. ബാക്കി 9 പേർ മഹത്വം നൽകാതെ തിരികെ പോയി. ആ 9 പേരെ പറ്റി ഈശോ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവിടത്തേക്ക് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കണമെന്ന് തന്നെയാണ്. ഈശോയെ ഞങ്ങളെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.